അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോ എന്ന് പറയുന്നത് ഞാനങ്ങനെ വൈകുന്നേരത്ത് മയിലമ്പാറ കുളിക്കാനായിട്ട് പോവുകയാണ്. വീട്ടിൽ തന്നെ സാഹസ്യമായിട്ട് കുളിക്കാൻ നോക്കിയപ്പോൾ വെള്ളം കുറവ് ടാങ്കിൽ. വേനലായതുകൊണ്ട് കിണറ്റിലൊക്കെ വെള്ളം വറ്റി തീർന്നത് കൊണ്ട് തീർന്നില്ല, തീരാറായത് കൊണ്ട് മോട്ടറിലൊക്കെ അടിച്ചെടുക്കുമ്പോൾ ഒരു ടാങ്ക് അര ടാങ്ക് വെള്ളമൊക്കെയാണ് സാധാരണ ഡെയിലി കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈകുന്നേരത്ത് കുളിക്കാൻ വെള്ളം നോക്കിയപ്പോൾ വെള്ളത്തിന് നല്ല കുറവ്. ടാങ്കിൽ കിണറ്റിലും വെള്ളമില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എല്ലാം ആ ഒരു ഇത് അതുകൊണ്ട് അവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് ഞാൻ വിശാലമായിട്ട് കുളിക്കാൻ വേണ്ടി മയിലാടുംപാറയിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വേനലാണെങ്കിലും ഇന്ന് നേരത്തെ ഒരു മഴ പെയ്തത് കൊണ്ട് അത്യാവശ്യം ഇരുട്ടാണ്. നല്ല വെയിലും കാര്യങ്ങളൊന്നുമില്ല. സമയം 5 മണി കഴിഞ്ഞ്. ഇപ്പം 5 മണി. മഴ ഇല്ലാതിരുന്നിരുന്നെങ്കിൽ ഈ സമയത്തൊക്കെ വെയിൽ കാണേണ്ടതാണ്. മഴ ആയതുകൊണ്ട് നേരത്തെ ഒരു മഴ പെയ്ത് പോയി. അപ്പോൾ അതുകൊണ്ട് മഴ പെയ്ത് തോർന്ന് പോയത് കൊണ്ട് അത്യാവശ്യം ഒരുമാതിരി മൂടിക്കെട്ടിയൊരു കാലാവസ്ഥയാണ്. മൂടലെന്നല്ല, വെയിലില്ല, വെട്ടമുണ്ട്. വെയിലില്ലാതെ വെട്ടമുള്ളൊരു ഒരവസ്ഥ. അങ്ങനത്തെ ഒരവസ്ഥയിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ആകാശമൊക്കെ മൂടിക്കെട്ടിയൊരവസ്ഥയാണെങ്കിലും ആരും ഇരട്ടിയൊന്നുമില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. കണ്ട കാട്ടിനകത്തൂടെയാണ് പോകുന്നതെങ്കിലും ഇവിടെ പിന്നെ പേടിക്കാനൊന്നുമില്ല. വൈകുന്നേരം ആയതുകൊണ്ട് പകലായതുകൊണ്ടും വീട്ടിൽ നിന്ന് മയിലാടുംപാറയിലേക്ക് അധികം ദൂരമില്ലാത്തത് കൊണ്ടും പിന്നെ വൈകുന്നേരം മയിലാടുംപാറയിൽ ആൾക്കാർ ചൂണ്ടയിടുന്നവരും തങ്ങലുകാരൊക്കെ ഉണ്ടാവും. തങ്ങലുകാർ കാണാൻ സാധ്യതയില്ല, എന്നാലും ചൂണ്ടയിടുന്നവർ കാണും. മേലെ 2-3 ബൈക്കൊക്കെ ഇരിപ്പുണ്ട്, അവരൊക്കെ അവിടെ കാണും. അവിടെ ഇല്ലെങ്കിലും വൈകുന്നേരത്ത് ആ ഏരിയയിലൊക്കെ തന്നെ കാണാം. അപ്പോൾ അതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടും ഒക്കെ പേടിയില്ല. പേടിയില്ല, ആരും ഇല്ലെങ്കിലും പേടിയില്ല. ഞാൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മിക്ക ദിവസങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് മയിലാടുംപാറ പോകുന്നതാണ്. ഉച്ചയ്ക്കായിരിക്കും. വൈകുന്നേരത്ത് ചിലപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഇങ്ങനെ വെള്ളമില്ലാതിരുന്നപ്പോൾ ഞാൻ കുളിക്കാനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പേടിയൊന്നുമില്ല. അങ്ങനെ പോവുകയാണ്. ഇപ്പോൾ പോയി കുളിച്ചിട്ട് വൈകുന്നേരത്ത് അവിടെ ചൂണ്ടയിടുന്നവരൊക്കെ കാണും. അപ്പോൾ വൈകുന്നേരത്ത് അവരുടെ കൂട്ടത്തിങ്ങ് നൈസായിട്ട് തിരിച്ചു പോരാം. അപ്പോൾ അതിന് വേണ്ടി ആ ഒരു അവസ്ഥാന്തരം മുതലെടുക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ്. ആ ഒരു പ്രതീക്ഷയിൽ. ഇനി അവിടെ ആരും കണ്ട എപ്പോഴോ ഇടിയിട്ട് മരങ്ങളൊക്കെ പട്ടു നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷത്തപ്പോൾ അങ്ങനെ അത് ഒരവസരമാണ്. അതായത് പേടിയിലൊരു കാര്യം വെച്ച് നോക്കുമ്പോൾ ആളുണ്ട്. അപ്പോൾ ആളുള്ളത് കൊണ്ട് പേടിക്കാനില്ല. അങ്ങനെ അവരുടെ കൂട്ടുപിടിച്ച് ഞാൻ കുളിക്കാൻ പോവുകയാണ്. ഇന്നലെ വിശാലമായിട്ടൊന്നും കുളിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു നഷ്ടം ഇന്ന് എനിക്ക് നികത്തണം. പിന്നീട് പേടിക്കാനില്ലെങ്കിലും ഞാൻ പോകുമ്പോൾ എല്ലാം വളരെ സൂക്ഷിച്ച് നോക്കിയും കണ്ടൊക്കെയാണ് പോകേണ്ടത്. പിന്നെ ഇത് മൊത്തം ആനയൊക്കെ വരുമ്പോൾ ഇതൊക്കെ താരകളാണ്. താരയല്ല, ആന ഈ ഏരിയയിൽ വരുമ്പോൾ ആന വന്ന് മുറിഞ്ഞു പോകുന്ന ആനയുടെ വിഹാര കേന്ദ്രങ്ങളാണ്. പിന്നെ ഇപ്പോൾ ഈ വേനലായതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. വേനലല്ല, ഇവിടെ കാട്ടിലൊന്നും അങ്ങനെ ഈ സമയത്തൊന്നും ആന വന്നങ്ങനെ കൂടി നിൽക്കാറില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ പേടിക്കാനില്ല എന്നർത്ഥം. അങ്ങനെ ഞാൻ പോവുകയാണ്. മയിലാടുംപാറ തീണ്ടിന്ന് ഏകദേശം നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ വളരെ അവിടെ നിന്നാൽ മയിലാടുംപാറ കാണണം. അത്ര ദൂരമേ ഉള്ളൂ. ഏകദേശം 100-300 മീറ്റർ മാക്സിമം, അത്രയേ ഉള്ളൂ. പേടിക്കാനൊന്നുമില്ല എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് തിരിക്കട്ടെ, ഇനി ഫ്രണ്ടിൽ കാണാം. ഏകദേശം 1 മാസം മുമ്പ് വരെ ഈ കാണുന്നത് ഇനി മേലത്തെ മരങ്ങളിലാണെങ്കിലും താഴത്തെ ഈ ചെറിയ കാടുകളൊക്കെ ആണെങ്കിലും 1/3 ഇലകളില്ലാതെ കിടന്നതാണ്. അതായത് ഒരു 80-85 പോട്ടെ, 90 വേണ്ട, ഒരു 80-85%
ഇതിലൊന്നും ഇലകളൊന്നും ഇല്ലാതെ മൊത്തം ഉണങ്ങിക്കരിഞ്ഞ് കിടന്നിട്ട് മരങ്ങളും ചെടികളും പ്രദേശവും ഒക്കെയാണ്. ഇപ്പം ഈ മഴയുണ്ട്. ഇപ്പം ഏകദേശം ഒരു ദിവസം ഒരാഴ്ച ആയിട്ട് 1-2 ആയിട്ട് ഇപ്പം ഈ എല്ലാ ദിവസവും മിക്കവാറും മഴ കാണും കുറച്ച് നേരത്തേക്ക്. അങ്ങനെ മഴ പെയ്തൊന്ന് തണുത്തത് കൊണ്ടായിരിക്കും മഴയും. ഇപ്പം കാടൊക്കെ കണ്ട എല്ലാം നല്ല കാടൊക്കെ വിരിഞ്ഞ് ഇലയൊക്കെ ഉണ്ടായിട്ട് പച്ചപ്പായി മാറിയിട്ടുണ്ട് മൊത്തത്തിൽ എല്ലാം. ഇവിടെ വന്നിട്ട് 2 വഴി, അങ്ങനെ ഒരു വഴി ഇങ്ങനെ ഒരു വഴി, 2 വഴിക്കും പോവാം. ഞാൻ പിന്നെ സാധാരണ ഈ വഴിക്കാണ് പോകുന്നത്. വളഞ്ഞു ചെന്നാലും വാതിലൊന്ന് തന്നെയാണെന്നാണല്ലോ. സാധാരണ വൈകുന്നേരത്തെ കോളിന് ഇവിടെ അല്ല, താഴെ ആൾക്കാർ കാണും. ഞാൻ അതിവിശാലമായ മയിലും പറലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ ബോറടിച്ച് കാണണം. കാരണം ഞാൻ ഇവിടുത്തെ വീഡിയോ, ഈ മയിലും പാറയുടെ വീഡിയോ ചെയ്തതിനൊരു കയ്യും കണക്കുമില്ല. ഇവിടെ ഒരു മരം കണ്ട പട്ട ഉണങ്ങിക്കരിഞ്ഞ് നിൽക്കുന്നത്. പക്ഷേ ഉണങ്ങിക്കരിഞ്ഞതല്ല, ഇലയൊന്നുമില്ല. പക്ഷേ ഇത് പട്ടുപോയതല്ല. ഇത് പാറയുടെ പുറത്തായതുകൊണ്ടൊന്നും പറയാനും പറ്റില്ല. അപ്പോൾ ഒരു പക്ഷേ പട്ടതുമായിരിക്കാം. ഇതിൻ്റെ ഇലയൊന്നുമില്ല. പക്ഷേ ഇതൊന്നും പട്ടുപോയതായിരിക്കാൻ സാധ്യതയില്ല. മൊത്തത്തിൽ ഇലകളൊക്കെ കരിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നതായിരിക്കും. ഇത് അവിടെ ഒരു മരം, ഇവിടെ മരം, ഈ സെയിം ഐറ്റം മരമാണ് അതും ഇതൊക്കെ. അപ്പോൾ അയ്യോ, അവിടെ കൂടി എന്താണ്ടോ നീന്തണ ഞാൻ കണ്ടല്ലോ. നല്ല വിശാലമായ സ്ഥലമാണ്. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. കണ്ട സൂര്യൻ അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ആ വെട്ട് വെളിച്ചമുള്ള സ്ഥലം അല്ല. സൂര്യൻ ഇപ്പം അങ്ങ് പോയാൽ, സൂര്യൻ സാധാരണ ഈ നേരത്താണല്ലോ അണയുന്നത്. ഏറ്റവും കൂടുതൽ വെളിച്ചമുള്ള അവിടെയല്ലേ. അപ്പോൾ ഈ പ്രാവശ്യം അവിടെ ആയിരിക്കും പോകുന്നത്. സൂര്യനാണ്. സൂര്യൻ തന്നെ. സൂര്യൻ്റെ കഥകളൊക്കെ പോകുന്നു. സൂര്യൻ അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. ഈ മരത്തിൻ്റെ ഭാഗത്ത്, സാധാരണ ഈ ഭാഗത്തൊക്കെയാണ് ഇന്നൊക്കെ അണയുന്നത്. അന്ന് പോകുന്ന ഇന്ന് അവിടെ ആയിരിക്കും അണയുന്നത്. എന്തായാലും സൂര്യൻ അവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. അക്കരത്തെ ഐലൻഡുകളൊക്കെ കാണാൻ വളരെ വിശാലമായിട്ട് ഇവിടെ വന്ന തങ്ങലുകാറൊന്നുമില്ല. അതിൻ്റെ അനക്കമൊന്നും കേൾക്കാനില്ല. അത് വിശാലമായൊരു കാലാവസ്ഥ. മഴയൊക്കെ പെയ്ത് സൂം ചെയ്യാൻ പറ്റില്ല. ഇടക്കുന്നുണ്ട് അവിടെ താര മലകെട്ടുന്നല്ല, ആരാ ചങ്ങാടത്തിൽ പോകുന്നു. ചൂണ്ടയിടുന്ന മറ്റായിരിക്കും. ഇവിടെ വിശാലമായൊരു ഇതാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം ഇത്രയല്ല, ഇത് അവിടെ ലേശം വെള്ളം കൊണ്ട് വലിഞ്ഞ് താരാനുണ്ട്. ഇതേപോലെ ഇതിനേക്കാളും കുറേ കൂടി വലിഞ്ഞിറങ്ങിയ സമയത്ത് അവിടെ പോയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചാനലിൽ നോക്കിയാൽ കാണും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ സ്ക്രീനിൽ വെക്കാം. ഡിസ്ക്രിപ്ഷനിലൊന്നും വെക്കാൻ മെനക്കേട്. നോക്കിയാൽ വെക്കാം. അവിടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതിന് എൻ്റെ സ്ക്രീനിൽ വെക്കാമേ. പിന്നെ മയിലും പാറ ഇത്രയും വെള്ളം വലിഞ്ഞിറങ്ങി താഴ്ന്ന് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇനി എന്തായാലും ഞാൻ തിരിക്കട്ടെ. എന്തായാലും ഞാൻ കുളിക്കാൻ വന്നതുകൊണ്ട് കുളിക്കാനങ്ങ് പോകാം. ആദ്യം കുളിച്ചിട്ട് കയറിയിരുന്ന് കുറേ നേരം വിശാലമായിട്ട് കണ്ടിട്ടൊക്കെ പോവാം. ഒരു ജാസ്മിൻ്റെ സോപ്പാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. കൂട്ടിയുടെ സോപ്പ്, ക്യൂട്ടിയുടെ മുല്ല സോപ്പ്. പിന്നെ താഴെ ആളുണ്ട്. ഞാൻ ഇവിടെ വെച്ച് വീഡിയോ നടത്തിയിരിക്കുകയാണെങ്കിൽ അവിടെ പോയിട്ട് വീഡിയോ നടക്കില്ല. അവർ ചൂണ്ടയിടുന്നതായിരിക്കും. അവിടെ ചെന്ന് നനച്ചവരുടെ ആ ചൂണ്ടയുടെ തന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പതിയെ പോയിട്ട് ആൾ കാണും. എന്നാലും പതിയെ പോയിട്ട് കുളിക്കാൻ നല്ലൊരിടം കണ്ടെത്തി കുളിച്ചിട്ട് ഞാൻ തിരിച്ചു കയറി വരുന്നതായിരിക്കും. ഇനി ആളില്ലെങ്കിൽ വീഡിയോ എടുക്കാം. ഞാൻ എന്തായാലും അവിടെ ഇറങ്ങി ഒന്ന് പോയി നോക്കിയിട്ട് ആളുണ്ടെങ്കിൽ മിണ്ടാതെ പോയിട്ട് ഏതെങ്കിലും മൂലയ്ക്ക് പോയിട്ട് കുളിച്ചിട്ട് നൈസായിട്ട് ഇറങ്ങി വരാം. തങ്ങലുകാർ ആരുമില്ലെന്ന് തോന്നുന്നു. ഷെഡുകളൊന്നുമില്ല. ഞാനങ്ങനെ ഇറങ്ങി ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ കൊച്ചപ്പനൊക്കെയാണുള്ളത്. കൊച്ചനും കുഞ്ഞമ്മ അവിടെ കൊണ്ടിരിക്കുന്നു. വേറെ ആരും ഇവിടെ എവിടെയും കാണാനില്ല. എൻ്റെ കണ്ണെത്തുന്നിടത്ത് ഇവിടെ ആരെയും കാണാനില്ല. എന്തായാലും അപ്പുറത്തോട്ട് പോകാം. അവിടെ പോയിട്ട് വിശാലമായ ഏരിയ, അവിടെ പോയിട്ട് എൻ്റെ അപ്പുറത്ത് ആരും ഉണ്ടോ നോക്കണം. ഇനി അവിടെയും ചിലപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ ചിലപ്പോൾ ആൾ കാണാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അടിയിൽ ചിലൊരു അപ്പൊക്കെ ഉണ്ട്. ഒരു പാറാക്കല്ല്.
മഴ പെയ്താലൊന്നും ഇരിക്കാൻ പറ്റില്ല, എന്നാലും ഒരു പാറ പോലത്തെ ഒരു പോലത്തെ ഒരു സ്ഥലം, അങ്ങനത്തെ ഒരു അവസ്ഥാന്തരമായൊരു കല്ലുണ്ട് അവിടെ. അവിടെ ചിലപ്പോൾ ആൾ കാണുമായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നല്ല വിശാലത. ഞാൻ അവിടെ പോയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങാം, ഇല്ലെങ്കിൽ അപ്പുറത്ത് അങ്ങോട്ടേക്ക് ഇറങ്ങാം. എന്തായാലും ഞാൻ പോയി നോക്കുകയാണേ. ഒരു മിനിറ്റ് ഇപ്പം ആയോള മേലെ കൂടി പോയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമ്മുക്കുമ്പൊന്നും പറഞ്ഞ് പുറത്തത് ആയി കൊടുക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒളിച്ചൊളിച്ച് പറക്കൂടി ചെന്നിട്ട് ബാനർ ഘടിപ്പിക്കാം. ആരെങ്കിലും കാണാനാണ് സാധ്യത. നോക്കട്ടെ. പതുങ്ങി മിണ്ടാതെ ചെന്ന് നോക്കണം. ആരുമില്ല. ഈ ഏരിയയിൽ അപ്പുറത്ത് അവർ രണ്ടുപേരല്ലാതെ വേറൊരു മറ്റേ മനുഷ്യക്കുഞ്ഞിനെയും കാണാനില്ല. പിന്നെ ഇതിലൂടെ കാണുമ്പോൾ വെട്ടം കുറവാണല്ലോ, അതോ ഇവിടെ വെട്ടമുള്ളതുണ്ടോ? ഇങ്ങനെ വീഡിയോയിലൂടെ കാണുമ്പോൾ അത്യാവശ്യം ഇരുട്ടായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷെ അതിനേക്കാളും അല്ലേ, നല്ല വെളിച്ചമാണ് ഇവിടെ. ഞാനങ്ങനെ താഴെ ഇവിടെ വന്നിട്ട് എല്ലാ സംഭവങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെയും വേറെ ആരുമില്ല. അപ്പുറത്ത് അവരല്ലാതെ വേറെ ആരുമില്ല. പിന്നെ ബാക്കിൽ അവിടെ ആ കോണിൽ ഇവിടെ ആ ഉന്തലിൽ അക്കരെ നാരൊക്കെയാണ് നീന്തി ചങ്ങാടത്തിലെ മറ്റും വന്ന് അവിടെ കയറിയിട്ടുണ്ട് രണ്ടുപേർ. അവരല്ലാതെ ഈ ഏരിയയിലൂടെ ഒരു മനുഷ്യക്കുഞ്ഞിനെയും കാണാനില്ല. അപ്പം ഇനി എന്തൊക്കെ ആയാലും ഇനി ഒന്ന് കുളിച്ചിട്ട് കാണാം. നല്ല മനോഹരമായ വിശാലതയാണല്ലോ. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ അങ്ങനെ കുളിച്ച് കയറിയിട്ടുണ്ട്. കുളിച്ച് കയറി നല്ല മണം കയറിയിട്ട്. എന്നിട്ട് നേരം ഇരുട്ടിയിട്ടില്ല. 6 മണിയായി. 6 മണിയായില്ല, 6 മണി ആവുന്നതേ ഉള്ളൂ. എന്നിട്ട് നേരം ഇരുട്ടിയില്ല. നല്ല വെട്ടവും വെളിച്ചവും ഒക്കെയാണ്. ഇനിയിപ്പം കുളിച്ച് കഴിഞ്ഞതുകൊണ്ട് ഞാൻ കയറി പോവുകയാണ്. അവരിൻ്റെ ഒരു കാക്കയല്ല, അതാ പോകുന്നത്. ദിൽ 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 കാലി കള്ളൻ കേൽ കള്ളൻ എന്നാരന്തോ. അങ്ങനെ ഞാൻ പോവുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മൊത്തം ഞാൻ തിരിക്കട്ടെ. ഇത് മൊത്തം കല്ലും കല്ലടയും, കല്ലടയോട് കല്ലടയാണ്. അവിടം തൊട്ട് അക്കരത്തെ, അവിടം തൊട്ട് ഇവിടെ 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 ഈ കര ഫുള്ളും. പക്ഷെ അക്കരോട്ടും അല്ല, എവിടെയും കല്ലില്ല. അക്കര അവിടെയുണ്ട്, അതല്ലാതെ വേറെ എവിടെയും കല്ലില്ല. ഈ പാറ ഇവിടുത്തെ പാറ ആയതുകൊണ്ട്, വലിയ പാറ ആയതുകൊണ്ടായിരിക്കണം അതിനെ ചുറ്റിപ്പറ്റി പാറയോട് പാറയാണ് മൊത്തത്തിൽ. അതുകൊണ്ട് നടക്കാനാണെങ്കിൽ ഒരു ഇടവുമില്ല. ഒന്ന് തിരിച്ചു കളയട്ടെ. ഞാൻ അവിടെ നിന്നാണ് വന്നത്, അല്ല അവിടെയാണ് പോയിരുന്ന് കുളിച്ചത്. കുളിച്ചും കൊണ്ട്
ഇതൊക്കെ ഇത് വെള്ളം വറ്റിക്കഴിഞ്ഞ് കുറേ മാസം കഴിഞ്ഞിട്ട് വെള്ളം എല്ലാം കയറി ഫുള്ളാവും. അങ്ങ് മേലെ അതിൻ്റെ മേലെ പോവും. എന്നിട്ട് ഇത് മൊത്തം ഇങ്ങനെ നിറഞ്ഞു കിടക്കും. അപ്പോൾ ഈ വീഡിയോ എടുത്ത് വെച്ചാൽ എനിക്കൊന്ന് കാണണം. ഞാൻ പറഞ്ഞ ആ പാറയുടെ ചേര അവിടുത്തെ ആ ചെറിയ കല്ലിൻ്റെ അവിടുത്തെ ചെറിയൊരു ചാര് പാറയാണ്. ഒരു ഗുഹ പോലത്തെ ഒരു സ്ഥലമാണ് അതിൻ്റെ അടിസൈഡ്, ആ പാറയുടെ അടിസൈഡ്. ഇനിയും വെള്ളം പറ്റുകയാണെങ്കിൽ അത് കാണാം. അതുകൊണ്ട് ഞാനിതാ തിരിച്ചറിയാം. ഒന്നാന്ന് ഇവിടെ കൂടി ഞാൻ ഇറങ്ങിപ്പോയ കാര്യം ആരാണ്ടോ പറയുന്നത് കേട്ടോ. ഇവിടെ കൂടി ഇറങ്ങിപ്പോയതാണ്. പക്ഷെ ഞാൻ എവിടെ കൂടി വന്നതാണെന്തോ. ഇത് മൊത്തം ചവിട്ടി പറിച്ചിട്ടിരിക്കുന്നു. അക്കരെ ആരും അങ്ങനെ മുള കിട്ടും പോലെ. ഇത് മൊത്തം പാറയും പാറാക്കെട്ടുമാകുന്നു. അപ്പുറത്തിരുന്നവർ പോയെന്ന് നോക്കട്ടെ. ഒരു പോയാ അയ്യടാ ഒരു പോയാണെങ്കിൽ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് പോയെന്ന്. പക്ഷേ പോയില്ലെന്ന്. അതാണ് ഞാൻ കൂടെ മിണ്ടാതെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അലക്കാതെയും വിളിക്കാതെ ഇരുന്നതാണ്. അവിടെ ഒരു കാക്കയിരുന്ന് കാറുന്നു. ഒരു കാക്ക താങ്ങ് പോയി. അക്കരെ ഒരു ഇടക്കൊന്ന് അവിടുത്തെ മീനോട് എന്നിട്ടിങ്ങനെ കുമിള ഇളക്കുമ്പോൾ എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എവിടെ ചൂണ്ടയിട്ട് ആശാനൊക്കെ കയറി പോയിരിക്കുന്നു. അതുകൊണ്ട് അപ്പുറത്തുനിന്ന് അയാൾ തന്നല്ല അമ്മറ്റ അവരും കയറിപ്പോയി. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടത്ത്. സമയം 6 മണിയായി. അപ്പം ഇനി പോവുകയാണ്. അതിനിപ്പോൾ വേറെ കാര്യം പറയട്ടെ. കുറേ ദിവസം മുമ്പ് ഞാൻ ഒരു ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വരും, മാസമായെന്ന് തോന്നുന്നു. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വന്നപ്പോൾ ചെറിയൊരു മഴ പെയ്തു. ഞാൻ ആ വായ്ക്കകത്ത് കയറിയിരുന്നു. അതിനകത്തൊരു വായുണ്ട്. അപ്പോൾ അവരുടെ അടിയിൽ ഗുഹ പോലത്തെ സ്ഥലം. അവിടെ കയറി ഇരുന്നപ്പോൾ ആ മഴ കൊണ്ടങ്ങ് വലുതായിപ്പോൾ ഇത്. പിന്നെ അതിനകത്ത് ഞാൻ പെട്ടുപോയി. അതിൻ്റെ അങ്ങനെ അതിൻ്റെ അകത്ത് പെട്ടുപോയപ്പോൾ എടുത്തു വച്ച് വീഡിയോ ഉണ്ട്. മഴയും ഇടിയും മിന്നലൊക്കെ അവിടെ. അതിനകത്ത് വെച്ചാൽ നനയൊന്നുമില്ല. ഇവിടെ കൂടി മൊത്തം വെള്ളം വീണ് അതിനകത്ത് പെട്ടുപോയൊരവസ്ഥ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയൊരു ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ പറ്റിയ അതിനെ ഞാൻ ക്ലിപ്പാക്കി ഇടാം. അത് ചെറിയ വീഡിയോ, 1 മിനിറ്റ് അങ്ങാണ്ടേ ഉള്ളൂ. അതിനെ ഞാൻ ഒരു പക്ഷേ ഇടുന്നതായിരിക്കും. ഇതവിടെ എവിടെയോ കൂടി ഒരു എയറോപ്ലെയിൻ പോകുന്നു. നേരം ഈ കാർമേഘങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ സൂര്യൻ ഇതാ അവിടെ എവിടെയോ ഉണ്ട്. അപ്പോൾ ഞാൻ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നാണ് ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഇരുന്ന് ലൈവൊക്കെ പോയി. ആ ലൈവ് പക്ഷേ ആരും കണ്ടില്ല. അത് പ്രൈവറ്റായിട്ട് പോയ ലൈവായിരുന്നു എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാം അവർ ഞാൻ വന്നപ്പോഴത്തെ ചൂണ്ടയിട്ടവരുണ്ടായിരുന്നു. ചൂണ്ടയിട്ടുകൊണ്ടിരുന്നവർ അങ്ങനെ അവർ കയറി പോയിരിക്കുകയാണ്. അപ്പുറത്തുനിന്ന് മതിയല്ല കാണുന്നതിന്. മതിയല്ല അവിടെ ഇല്ലല്ലോ. വല്യമല അവിടെ ആരാണ്ടൊക്കെയാണ്. ആരും അവിടെ ഉണ്ടായിരുന്നു. അവരും കയറിപ്പോയി. ഇനി ഈ പട്ടിക്കാട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അക്കരെ ആരുണ്ട്, ഇനി വരാനുണ്ട്. ഇവിടെ ഇരുന്ന കൂട്ടത്തിൽ വേറെ ആരുമില്ല. എല്ലാവരും പോയി. അതുകൊണ്ട് ഞാനും പോവുകയാണ്. അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ ഞാൻ വെച്ചാൽ നിർത്തിയിരിക്കുകയാണ്. ഞാൻ പ്ലാൻ ചെയ്തെടുത്തൊന്നുമല്ല. അപ്രതീക്ഷിതമായിട്ട് കുളിക്കാൻ വന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അവിടെ നിന്ന് ഇവിടെ കയറി വന്നപ്പോൾ തന്നെ കിടക്കുന്നത്. എനിക്ക് ഔട്ട്രോ പറയാനുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. കുളിയും കഴിഞ്ഞ് ഞാൻ കയറി പോവുകയാണ്. മയിലും പാറയുടെ മണ്ടയിലാണ് ഞാൻ കയറി നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഔട്ട്രോ പറയുക, കയറി പോവുക, അത്ര തന്നെ ഉള്ളൂ. ഒരു കാക്കയുടെ കൂടി പോകുന്നു. അപ്പോൾ അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവിടെ നിന്ന് കയറി അത്യാവശ്യം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നല്ല സ്പീഡിന് ഓടിക്കയറി വന്നിട്ടൊരു കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലോയിൽ തന്നെ പറഞ്ഞുകളയാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിരുന്നെങ്കിൽ, ഇതുവരെ ഇപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായി ഒന്ന് കമൻറ്റ് ചെയ്തൊരു ലൈക്ക് അടിച്ചൊന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുമ്പോഴാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാം സെറ്റാക്കുക. എല്ലാം കടിച്ച് കയറി വരിക, കത്തിച്ച് ചാമ്പലാക്കുക. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കത്തി കയറാൻ വേണ്ടി എല്ലാവരും ഒന്ന് പവറാക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒക്കെ കമൻറ്റ് ചെയ്യുക, ഒക്കെ ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാം ഈ വീഡിയോ കത്തിക്കയറണം. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ടാറ്റ. പിന്നെ വേറൊരു കുഴപ്പമുണ്ട്. എന്തെങ്കിലും ഒരെണ്ണം കാര്യം പറയണമെന്നും പറഞ്ഞ് അത് പ്ലാൻ ചെയ്ത് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോകും.
പിന്നെ പറഞ്ഞാൽ ഉദ്ദേശിച്ചതല്ല, വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറഞ്ഞുകൊണ്ട് പോകുന്നത്. ആ ഒരു ഫ്ലോയിൽ നാച്ചുറലായിട്ട് പറഞ്ഞാലേ ശരിയാവുള്ളൂ. അപ്പോൾ അതാണ് ഇപ്പോൾ കണ്ടത്, എല്ലാവർക്കും മുമ്പ് കണ്ടത്. ഞാൻ വേറെ എന്തോ നല്ല പോലെ പറയാൻ ഉദ്ദേശിച്ചതാണ്. കറക്റ്റ് സമയത്തെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോ കാണാം.